നിലമ്പൂരിൽ കോൺഗ്രസ് നേതാക്കളായ ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയും സഞ്ചരിച്ചിരുന്ന വാഹനം തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് പരിശോധിച്ചതിനെ ചൊല്ലി വിവാദം. പരിശോധനയ്ക്കിടെ ഷാഫിയും രാഹുലും ഉദ്യോഗസ്ഥരോട് കയർക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. സർവീസിനുള്ള പാരിതോഷികം തരാം, ഓർത്തുവെച്ചോ എന്നായിരുന്നു ഉദ്യോഗസ്ഥനോടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭീഷണി. ആ പെട്ടി ഉള്ളു തുറന്നില്ല, ആ വണ്ടി ഒന്നും പരിശോധിച്ചിട്ടില്ല, ഇപ്പേ തുറന്നുള്ളൂ, താഴെ തുറന്നില്ല. ആ എംപിമാരുടെ വണ്ടി മാത്രം റാൻഡമായിട്ടിരിക്കില്ല, എംപിമാരുടെ വണ്ടി ചെയ്തോട്ടെ, യുഡിഎഫിന്റെ മാത്രം. എന്നിട്ട് ഇയാളെ കണ്ടിട്ട് നീ പെട്ടി തുറക്കാൻ പറ്റില്ല, പെട്ടി തുറക്കാൻ മനസ്സിലായില്ലേ, ഡിക്കി തുറന്നിട്ട് പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ, മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ. എല്ലാം കൂടെ വേണ്ട, വേഷം കെട്ട രണ്ടും കൂടെ വേണം, വേഷം കെട്ടല്ല. പണി എടുക്കണമെങ്കിൽ ഒരു പണി ചെയ്താൽ അതങ്ങനെ സിപിഎമ്മിന്റെ പണി ചെയ്യുമ്പോൾ അത് ചെയ്താൽ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരണ്ട, ഞങ്ങളങ്ങനെ സൂചിപ്പിക്കാൻ വരണ്ട, അതിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളുമല്ല കേട്ടോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, അത് തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ, നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ, ഓർത്ത് വെച്ചോ. ഞങ്ങളിത് ആദ്യമായിട്ട് പൊട്ടി മുളച്ചിട്ട് എംഎൽഎ എംപി ആയതല്ല, അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. നേതാക്കളെ അപമാനിച്ചുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം പരിശോധനകളെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, സ്വാഭാവികമാണ്. അതിനൊന്നും ഞങ്ങളാരും എതിരല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശോധിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പെട്ടിയിൽ എന്താ ഉള്ളതെന്ന് ജനങ്ങൾക്ക് ബോധ്യമാകാനും നല്ലതാണ്. ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ന് ഞങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രവർത്തകരുടെ UDF പ്രവർത്തകരുടെ ആത്മവിശ്വാസവും അവരുടെ ശക്തമായ പ്രവർത്തനം കൊണ്ടാണ് UDF ഇവിടെ മുന്നിൽ നിൽക്കുന്നത്. സാമ്പത്തികമായി ഞങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ പ്രവർത്തകർക്ക് നന്നായിട്ട് ഞങ്ങളുടെ പരിമിതിയെക്കുറിച്ചും ബോധ്യമുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മാന്യമായൊരു സമീപനം ഉണ്ടാകും. സെർച്ച് ചെയ്യുന്ന വേളയിൽ പാലിക്കേണ്ട മാന്യതകളും മര്യാദകളുമുണ്ട്. ആ മര്യാദ ലംഘിച്ചുകൊണ്ടാണ് അവരോട് ഇന്നലെ പെരുമാറിയത്. CPM പരാജയം ഉറപ്പിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ്. ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയം, നെറികേടിന്റെ രാഷ്ട്രീയം, ഭരണം ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ തകർക്കാനുള്ള ശ്രമം, അത് മാർക്സിസ്റ്റ് പാർട്ടി പാലക്കാട്ട് പരീക്ഷിച്ചതാണല്ലോ. ദയനീയ പരാജയമായി. അത്ര വലിയ ഭൂരിപക്ഷത്തിന് തോൽക്കുമെന്ന് UDFിനേക്കാൾ മുമ്പ് LDF മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ അത്ര നിലപാട് അവിടെ എടുത്തത്. ഇവിടെയും അത് തന്നെയാണ് സ്ഥിതി. പരാജയത്തിന്റെ തീവ്രതയുടെ അറ്റം മനസ്സിലാക്കാൻ കഴിയാതെ കുടുങ്ങിയ പാർട്ടി എന്ത് നെറികേട് ഇപ്പം ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്. ജനപ്രതിനിധികളെ, ഒരു പാർലമെന്റ് അംഗത്തെയും ഒരു നിയമസഭാ അംഗത്തെയുമാണ് അപമാനിച്ച് അവഗണിച്ചത്. വേറൊരാൾ ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്കാരനെയോ ഇടതുപക്ഷക്കാരനോ BJPക്കാരനെയോ തുടർന്നില്ലല്ലോ. എന്തുകൊണ്ട് സെലക്ട് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നു? രാഷ്ട്രീയ വിരോധം തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ വെപ്രാളം പൂണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സ്ഥിതിയിലാണ് CPM ഉള്ളത്. ഈ നെറികേടിന് ജനങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകും. ഉദ്യോഗസ്ഥരെ രാഹുൽ ഭീഷണിപ്പെടുത്തിയത് താന്തോന്നിത്തരം എന്ന് CPIM വിമർശിച്ചു. അവരെ മാത്രം അവമാനിക്കാനും ബാക്കിയുള്ളവരെ പരിശോധിക്കുമ്പോൾ അവരെ സ്നേഹിക്കാനുമാ. അതൊരു പുതിയ സംഭവമല്ലേ. നിങ്ങൾക്ക് അതായത് ഇവർക്ക് വേറെ ഒരു പൊളിറ്റിക്സും പറയാനില്ല, ഒരു രാഷ്ട്രീയവും പറയാനില്ല. നിരായുധീകരിക്കപ്പെട്ട UDFിനെയാണ് ഇവിടെ കാണുന്നത്. ഭീഷണിപ്പെടുത്തുന്നത് ആരെയും ഭീഷണിപ്പെടുത്താൻ പാടില്ലല്ലോ. പിന്നെ ഞങ്ങൾക്ക് ഒരു മാത്രം പരാതി, LDFിന് ഒരു പരാതി, UDFിന് പരാതി, അങ്ങനെ പറയുന്ന വല്ല കാര്യമുണ്ടോ? ആരെങ്കിലും അതായത് ഉദ്യോഗസ്ഥന്മാർ അവരെ പണിയിൽ നടത്തുന്നത്, അവർ പണി നടത്തുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാ? താൻ തോന്നിച്ച് വലിക്കുകയാണ്. ഇലക്ഷൻ അവര് കുട്ടികളില്ലേ, ഈ രാഹുൽ മാങ്കൂട്ടത്തിലും പിന്നെ ഷാഫിയൊക്കെ ന്യൂജനാണ്, ന്യൂജൻ കോൺഗ്രസ്സുകാരവര്. അപ്പൊ ന്യൂജൻ കോൺഗ്രസ്സുകാരാകുമ്പോൾ അവർക്കൊരു ആവേശമൊക്കെ ഉണ്ടാവും. ഞാൻ അതിനങ്ങനെ കാണുള്ളൂ. അതിനൊന്നും ഇപ്പൊ നമ്മൾ വിമർശിക്കണ്ട. അവര് നമ്മളെ പുതിയ തലമുറയിലെ കോൺഗ്രസ്സുകാരല്ലേ. അവരിപ്പോ ഒരു ഉദ്യോഗസ്ഥനൊന്ന് വന്നു, അപ്പൊ അവര് ലേശം ഒന്ന് അവർക്ക് അങ്ങനെ തോന്നി, അവര് പ്രതിപ്രവർത്തിച്ചു. അതൊന്നും രാഷ്ട്രീയമായിട്ട് ഞാൻ എടുക്കണില്ല. അതിനൊരു രാഷ്ട്രീയ ലാഭം നമുക്ക് വേണം, എന്നിട്ട് അതിനുവേണ്ടി ആ നിലപാടേ എനിക്കില്ല. അതൊക്കെ ചെറുപ്പക്കാരായ നമ്മൾ കോൺഗ്രസ് MPമാരാണ്, MLAമാരാണ്, ജനപ്രതിനിധികളാണ്. അവർക്കൊരു ഊർജ്ജസ്വരത കൂടുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചു. അവർക്ക് ചിലപ്പോൾ അവരുടെ പ്രായത്തിന്റെ ഇതുണ്ടാവും. അത് പ്രായത്തിന്റെ അപക്വതയായിട്ട് കണ്ടാൽ മതി. വാഹന പരിശോധനയല്ല, പരിശോധനയുടെ ലക്ഷ്യത്തെയാണ് വിമർശിച്ചത് എന്നുള്ളതാണ്, ചോദ്യം ചെയ്തത് എന്നതാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പിന്നീട് പ്രതികരിച്ചു. CPIM നേതാക്കളുടെയോ മാധ്യമപ്രവർത്തകരുടെയോ വാഹനം പരിശോധിച്ചതായി അറിവില്ല. പരിശോധനയിൽ പരാതിയില്ല എന്ന് ഇരുവരും വിശദീകരിച്ചു.
പോലീസുകാരൻ കൈ കാണിച്ചപ്പോൾ ഞാൻ വണ്ടി ഒതുക്കിയിട്ട് ഞാൻ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ലൈറ്റ് കൊണ്ട് എന്നോട് ഇങ്ങനെ ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി. ഞങ്ങൾ ബോർഡൊക്കെ വെച്ചിട്ടുള്ള വണ്ടി. അപ്പം വാഹന പരിശോധന നടത്താനുള്ള അവകാശം അവർക്കുണ്ടല്ലോ, അതിൻ്റെ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഞങ്ങൾ പൂർണ്ണമായി സഹകരിച്ചു. ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ എന്നോട് പറഞ്ഞു ഡിക്കി തുറക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡിക്കി തുറന്നു കൊടുത്തു. അത് തുറന്നു കൊടുത്തിട്ട് എന്നോട് പറയാം പെട്ടി എടുക്കുമെന്ന് പറഞ്ഞു. പെട്ടി തുറക്കാൻ പറഞ്ഞു. ഞാൻ തന്നെ ആ ഡിക്കിയിലുള്ള എല്ലാ വാഹനത്തിലുള്ള എല്ലാ പെട്ടി എടുത്ത് പുറത്ത് വെച്ചു. പിന്നെ എന്നിട്ട് പറഞ്ഞു പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വന്നിട്ട് പറയാം കുഴപ്പമില്ല പോട്ടെ ഞാൻ ചോദിച്ചാൽ അത് ശരിയല്ലല്ലോ. പിന്നെ അല്ല ഞങ്ങൾ നോക്കി നിങ്ങൾ പുറത്ത് നോക്കിയാൽ കാണൂ. അത് ശരിയല്ല. നിങ്ങൾ പരിശോധിക്കണം. പരിശോധിച്ചിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയോ ഇല്ലയെന്ന് ഞങ്ങളോട് പറയണം. അങ്ങനെ പെട്ടി പുറത്തുനിന്ന് കണ്ടാൽ പോരല്ലോ, പെട്ടീൻ്റെ അകത്തെന്താണെന്ന് അവർ കാണണമല്ലോ. അപ്പോൾ ഞങ്ങളുടെ തൊട്ട് മുന്നിൽ വാഹനങ്ങളുണ്ട്, ഞങ്ങളുടെ പിന്നിൽ വാഹനങ്ങളുണ്ട്. അപ്പോൾ ഒരു വാഹനം നിർത്തുന്നു, ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് അതിനോട് സഹകരിച്ചത്. ഞങ്ങൾ വണ്ടി നിർത്തുന്നു, MP-യുടെ മുഖത്തേക്ക് ടോർച്ച് അടിക്കുന്നു. ഓക്കെ ആയിക്കോട്ടെ. എന്നിട്ട് ടോർച്ച് വെച്ചിട്ട് തന്നെ ഒരു വാക്കുപോലുമില്ല, ടോർച്ച് വെച്ചിട്ട് തന്നെ വളരെ ഇൻസൾട്ടിംഗ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നു. ഞങ്ങൾ എല്ലാവരും ഇറങ്ങി. ഞങ്ങളതൊരു തമാശയായിട്ടാണ് എടുത്തത്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു. MP-യോട് ഡിക്കി തുറക്കാൻ പറയുന്നു, ഡിക്കി തുറക്കുന്നു. പെട്ടിയെടുത്ത് വെളിയിൽ വെക്കാൻ പറയുന്നു, പെട്ടിയെടുത്ത് വെളിയിൽ വെക്കുന്നു. അത് കഴിയുമ്പോൾ തിരിച്ചെടുത്ത് വെക്കാൻ പറയുന്നത് അത് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു പെട്ടിയെടുത്ത് പുറത്ത് വെച്ചാൽ അപ്പോൾ സ്വാഭാവികമായിട്ടൊരു വണ്ടി റാൻഡം ചെക്കിംഗ് ആയിക്കോട്ടെ, അവർക്കെങ്കിലും എന്തെങ്കിലും ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലായിക്കോട്ടെ. രണ്ടായാലും ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടിയെടുത്ത് അടച്ചിരിക്കുന്ന പെട്ടി പുറത്തെടുത്ത് വെച്ചാൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള അവർക്ക് എങ്ങനെയത് ബോധ്യമാവുക? അതപ്പോൾ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. കാരണം അവിടെ കുറേ ആളുകളുണ്ട്. കുറേ ആളുകളുടെ മുന്നിൽ അതൊന്ന് ഇൻസൾട്ട് ചെയ്യുക, ഒന്ന് ഷെയ്ഡി ആയിട്ട് നിർത്താൻ ശ്രമിച്ചു നോക്കാം എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടതൊരു ഇൻസൾട്ട് തന്നെയാണ്. പരിശോധന ശരിവെച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാധാരണ പരിശോധന മാത്രമെന്നും വിശദീകരിച്ചു. വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതാക്കൾ നിലമ്പൂരിൽ അടിയന്തര യോഗം ചേർന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുണും CV അനുമോദുമാണ് ചേരുന്നത്. അരുൺ, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് പെട്ടി വിവാദം. പക്ഷേ ഇപ്പോഴിതാ ഈ വാഹന പരിശോധനയുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടാകുന്നു. ഇതിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ, പ്രത്യേകിച്ച് ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ പറയുന്നതിൽ എത്രത്തോളം വ്യക്തതയുണ്ട്? കാരണം ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ചാണ് പരിശോധന നടത്തിയത് എന്നൊക്കെ പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരല്ലേ ഈ പരിശോധന നടത്തിയത്? സ്ക്വാഡ് ആയിരുന്നില്ലേ പരിശോധന നടത്തിയത്? എവിടെ വെച്ച് എപ്പോൾ എങ്ങനെയായിരുന്നു പരിശോധന എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അഭിലാഷ, ഈ നിലമ്പൂർ മണ്ഡലത്തിന്റെ അതിർത്തി പ്രദേശത്താണ് പരിശോധന നടന്നത്. സാധാരണ ഇതിലൂടെ പരിശോധന ഉള്ളതാണ്. നമ്മൾ പോകുമ്പോഴും പലതവണ മാധ്യമങ്ങളെയും മറ്റ് എല്ലാ വാഹനങ്ങളും പരിശോധിക്കുക, റാൻഡം പരിശോധനയാണ്. മുഴുവൻ വാഹനങ്ങൾ പരിശോധിക്കുകയല്ല, പക്ഷേ വാഹനങ്ങൾ പരിശോധിക്കാറുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെയും MLA-മാരുടെയും നേതാക്കളുടെയും ഒക്കെ വാഹനങ്ങൾ ഈ പരിശോധന അതാണല്ലോ അരുൺ ഇതിൽ ഏറ്റവും പ്രധാനം. കാരണം കോൺഗ്രസ് നേതാക്കളായ പിന്നീട് വിശദീകരിക്കുന്നത് മറ്റാരുടെയും പരിശോധിക്കാറില്ല, കോൺഗ്രസിന്റെ മാത്രമാണ് പരിശോധിക്കാറ്, മാധ്യമപ്രവർത്തകരെയൊന്നും പരിശോധിക്കാറില്ല എന്നാണ്. ഇപ്പോൾ അരുൺ തന്നെ പറയുന്നു മാധ്യമങ്ങൾ നമ്മളെയും പരിശോധിക്കാറുണ്ട് എന്ന്. സ്വാഭാവികമായും അവരുടെ ചുമതല അതല്ലേ? തീർച്ചയായിട്ടും അവിടെയാണ് ഒരു ഇവർ പറയുന്നൊരു കല്ലുകടി ഉള്ളത്. ആരെയും പരിശോധിക്കാറില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞ